വെൽക്കം ബാക്ക് ടു ശിവദാസ് സ്പീക്കിംഗ്. അപ്പൊ ടർബോ 23-ാം തീയതി 9:30 മണിക്ക് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ടർബോ റിലീസാവുകയാണ്. നമ്മുടെ മമ്മൂക്കാടെ ടർബോ ടർബോ ജോസിന്റെ മാസ് ഫൈറ്റ് പടം, ഇടിപ്പടം മാത്രമല്ല കേട്ടാ, അതിൽ നല്ല സസ്പെൻസ് ഉണ്ട്, കോമഡി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത്യാവശ്യം ഒരു കുടുംബ പ്രേക്ഷകർക്ക് നല്ല സന്തോഷപൂർവ്വം വന്നിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ടർബോ. മമ്മൂക്കയുടെ പേര് കേട്ടില്ലേ, ടർബോ ജോസ്. ആരാ ഡയറക്ടർ? പുലിമുരുകനൊക്കെ ചെയ്ത് വമ്പൻ ഹിറ്റിലേക്ക് എത്തിയ വൈശാഖ്. ആരാ സ്ക്രിപ്റ്റ് റൈറ്റർ? മിഥുൻ മാനുവൽ എഴുതിയ ഒട്ടുമിക്ക പടങ്ങളും വമ്പൻ ഹിറ്റാണ്. നല്ല കണ്ടീഷൻ രചനയാണ് മിഥുൻ മാനുവലിന്റെ. പിന്നെ ടർബോനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ മമ്മൂക്കാക്ക് വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ബാധകമല്ല. സിനിമ ആസ്വാദകർക്കും മമ്മൂക്കാനെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോ ടർബോ കാണാൻ 23-ാം തീയതി റിലീസാവുന്ന ടർബോ കാണാൻ എല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ട് കാത്തിരിക്കുകയാണ്. ഇനി രണ്ട് ദിവസമുള്ളൂ ടർബോ ഇറങ്ങാനായിട്ട്. അപ്പൊ എല്ലാവർക്കും സംശയമുണ്ട്, ഇതെങ്ങനെയാവും. ഇതെങ്ങനെയാവാനാ? 500 കോടി അടിക്കും ടർബോ. എന്താ സംശയമുണ്ടോ? ഒരാള് സംശയം വിചാരിക്കണ്ട. ഈ ടർബോ എന്ന് പറയുന്ന സിനിമ 500 കോടി അടിക്കും. കാരണം നമ്മുടെ രാജ്യത്തെ 60 രാജ്യങ്ങളിൽ ഈ സിനിമ റിലീസാണ്. എത്ര രാജ്യങ്ങളിൽ? 60 രാജ്യങ്ങളിൽ. ഈ 60 രാജ്യങ്ങളിലെ കളക്ഷൻ കൂട്ടിയാൽ പോരെ? അപ്പൊ ഇത് 500 കോടി അടിക്കൂലേ? എന്താ സംശയം? ഒരു സംശയം വിചാരിക്കണ്ട. പിന്നെ മമ്മൂട്ടിക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആ പടത്തിലെ വില്ലൻ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന തെലുങ്കിലെ ആർട്ടിസ്റ്റാണ്. ഈ തെലുങ്ക് രാജ്യത്ത് വരെ ഈ സിനിമ റിലീസാണ്. അപ്പോ തെലുങ്കിലെ രാജ്ബി ഷെട്ടിയുടെ ആരാധകരും എല്ലാവരും ഈ സിനിമ കാണാൻ കയറൂലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എല്ലാവരും പറയണ്ടെങ്കിൽ ഹൈപ്പ് കൊടുത്ത് ഈ പടത്തിന് എന്ത് സംഭവിക്കും? ഹൈപ്പ് കൊടുത്തെന്ന് വിചാരിച്ച് ഈ പടത്തിനൊന്നും സംഭവിക്കാൻ പോണില്ല. നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ടർബോ എന്ന് പറയുന്ന സിനിമ എന്തായാലും 500 കോടി ക്ലബിൽ കയറും. അത് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടിങ്ങനെ കോരിത്തരിച്ചിരിക്കുകയാണ് എല്ലാവരും. ട്രെയിലറൊക്കെ കണ്ടിട്ട് എന്താ ടർബോ ജോസിന്റെ മാസ് പ്രകടനം കാണാനും, അതുപോലെ മമ്മൂട്ടിക്കാക്ക് ഒത്ത വില്ലനായിട്ട് അഭിനയിക്കുന്ന രാജ്ബി ഷെട്ടിയുടെ കൊലമാസ് ഫൈറ്റ് കാണാനും, മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ബിന്ദു ചേച്ചിയുടെ ഒരു എന്താ പറയാവൂ ആ ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയവും ക്യാരക്ടറൊക്കെ കാണാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. എന്തിനാ? 23-ാം തീയതി ടർബോ തിയേറ്ററിൽ ഇറങ്ങുമ്പോ അത് കണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടർബോ കാണാൻ ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ടർബോ കാണാൻ വരണം. മഴയൊന്നും ഒരു വിഷയമല്ല. ഈ അവസ്ഥയിൽ മഴയുണ്ട് എല്ലായിടത്തും. പക്ഷെ ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ മമ്മൂക്കട സുന്ദരമായിട്ടുള്ള മുഖം കാണാനും അദ്ദേഹത്തിന്റെ അഭിനയം കാണാനും, ഈ പടം എങ്ങനെയാവും, എന്താവും, എങ്ങനെയൊക്കെയാണ് ഇവർ മേക്ക് ചെയ്ത് വെച്ചേക്കുന്ന എന്നുള്ള ആകാംക്ഷ നിറഞ്ഞ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനും വേണ്ടി 23-ാം തീയതി ടർബോ ഇറങ്ങുമ്പോൾ എല്ലാവരും ടർബോ കാണാനുണ്ടാവും. അത് ഷുവർ. എന്തായാലും ടർബോ ടീമിനും മമ്മൂക്കാക്കും 1000 എന്താ പറയാ അഭിനന്ദനങ്ങൾ. അപ്പോ ടർബോ എന്തായാലും വിജയിക്കട്ടെ, വിജയമാവട്ടെ. ഓക്കെ, താങ്ക് യു.